അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ ബോഡി ഷേപ്പ് അനുസരിച്ചിട്ടും എങ്ങനെയാണ് ഡ്രസ്സ് ബാലൻസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെക്റ്റാങ്കുലർ ഷേപ്പാണ്. അപ്പം റെക്റ്റാങ്കുലർ ബോഡി ഷേപ്പ് ഉള്ളവരുടെ ബസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും ഹിപ്പ് റൗണ്ടും 3:3:3 എന്ന റേഷ്യോയിലായിരിക്കും ഉണ്ടാവുക. ഇവർക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു വേസ്റ്റ് റൗണ്ടോ ഷേപ്പോ ഉണ്ടാവില്ല. അപ്പോൾ ഇവരെ നമ്മൾ സാധാരണ നോർമൽ സൈസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യണം. വേസ്റ്റ് ഉള്ളതായിട്ടുള്ളൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചില കട്ട്സും സ്റ്റൈൽസും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. പ്രിൻസസ് കട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ബെസ്റ്റാണ്. അതുപോലെ ബെൽറ്റ് വരുന്ന ഔട്ട്ഫിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതും ബെസ്റ്റാണ്. പിന്നെ താഴ്ഭാഗത്തേക്കോ മുകൾ ഭാഗത്തേക്കൊക്കെ എക്സ്ട്രാ വോളിയം കൊടുത്തു കഴിഞ്ഞാലും വേസ്റ്റ് ചെറുതായിട്ട് തോന്നും. അതിനായിട്ട് നമുക്ക് ഫ്രിൽസ്, ഗ്യാദേഴ്സ്, പ്ലീറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഫിറ്റ് ആൻഡ് ഫ്ലെയർ ആയിട്ടുള്ള ഡ്രസ്സസ് യൂസ് ചെയ്യാം. എയർലൈൻ സ്കേർട്ട് തുടങ്ങിയതൊക്കെ യൂസ് ചെയ്യാം. ഇതിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പെപ്ലം ടോപ്പ്, ക്രോപ്പ് ടോപ്പൊക്കെയാണ്. ഇവരൊന്നുകൂടി റെക്റ്റാങ്കുലർ ഷേപ്പായിട്ട് തോന്നും ഇത്തരത്തിലുള്ള ഡ്രസ്സുകൾ ധരിച്ചാൽ. പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട സമയത്ത് സ്ക്വയർ നെക്കൊന്നും കൊടുക്കാതിരിക്കുക. ജാക്കറ്റ്സ് അവോയ്ഡ് ചെയ്യുക. ബാഗി ടോപ്സും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ബോഡി ഷേപ്പായിട്ടുള്ള ഷേപ്പിൻ്റെ ഇതുപോലെയുള്ള എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഓൺലൈനിൽ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ് നടക്കുന്നുണ്ട്. ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.